ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രിട്ടീഷ് പാദസേവ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യ രാജ്യത്ത് മതരാഷ്ട്ര നിർമ്മിതിയിൽ RSSനോട് മത്സരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന തരത്തിലാണ് ഇസ്ലാം മതരാജ്യം നിർമ്മിച്ചെടുക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. മൗലാന മദൂദി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തന്നെ മുന്നോട്ട് വച്ച ഇസ്ലാമിക മതരാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഇന്ത്യയിൽ വിജയിക്കാത്തതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞ ദാർശനികനും പ്രയോക്താവുമാണ് മദൂദി. മദൂദി പാകിസ്ഥാനിലെത്തിയപ്പോൾ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലെ ജനങ്ങൾ മദൂദിയുടെ മതരാഷ്ട്ര നിർമ്മിതിയുടെ കാഴ്ചപ്പാടുകളെയെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കുകയും അവർ പൊതുമണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളത് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ഗുണാത്മകമായ ഒരു നടപടിയായിരുന്നു. ഇടയ്ക്കൊക്കെ മതരാഷ്ട്രമെന്ന ഏറ്റവും തെറ്റായ കാഴ്ചപ്പാടിലേക്ക് ചില ചുവടുമാറ്റങ്ങൾ പാകിസ്ഥാൻ നടത്തിയെങ്കിലും ഇപ്പോഴും പാകിസ്ഥാൻ ഇസ്ലാമിക മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മതരാഷ്ട്രമായി കണക്കാക്കപ്പെടുന്നില്ല, അതിനുള്ള ശ്രമം വിജയിക്കുന്നില്ല എന്നുള്ളത് നാം കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദുക്കളായതിനാൽ ഇവിടെ ഹിന്ദുമത രാഷ്ട്രം മാത്രമേ സാധ്യമാകൂ എന്നാണ് RSSൻ്റെ വാദം. ഹിന്ദു എന്ന് പറയും തന്നെ ഒരു രാഷ്ട്രമാണ് എന്നാണ് സവർക്കറും ഗോൾവാക്കറും നാഥുറാം വിനായക് ഗോഡ്സെയും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിന് സഹായകരമായി ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ മതങ്ങളിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേറൊരു രാജ്യത്തിനു വേണ്ടി വാദമുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നൊരാശയം ഹിന്ദു മതവിഭാഗക്കാരിൽ ഉൾപ്പെടുത്തുവാൻ ഏറ്റവും തീവ്രമായി സഹായിക്കുന്ന ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്ര 7.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മതരാഷ്ട്രീയവും വളരെ ദുർബലമാണ് നമ്മുടെ രാജ്യത്ത് എന്നത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ എങ്കിൽ പോലും RSSന് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്ന പിൻബലം പ്രതിദ്വന്ദ്വികളുടെ നിലയ്ക്ക് പരസ്പരം അവർ നടത്തുന്ന പോരാട്ടത്തിലൂടെ ഇരുകൂട്ടരും ശക്തിപ്പെടാൻ നടത്തുന്ന പരിശ്രമങ്ങൾ നാം മറന്നു പോകരുത്. ഈ സന്ദർഭത്തിലാണ് മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമപ്രവർത്തകനും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും കൂടിയായ ഇതിൻ്റെ എല്ലാം ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ ദാവൂദ് ഒരു ഇൻ്റർവ്യൂ നടത്തിയത്. അദ്ദേഹം ഒരു അഭിമുഖമാണ് നടത്തുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, ഭഗത് സിംഗ് അയാളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വതന്ത്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഇന്ത്യയിൽ ഭഗത് സിംഗ് എന്ന വ്യക്തിയെ വളരെ അഭിമാന പുരസ്സരം ഈ രാജ്യത്തിന് രക്തസാക്ഷിത്വം വഹിച്ച മഹോന്നത രക്തസാക്ഷിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അയാൾ എന്ന നിന്ദാസൂചകമായ ഒരു നിലപാട് ഒരാളും എടുക്കില്ല. ദാവൂദ് പറയുകയാണ്, അയാളൊരു മജിസ്ട്രേറ്റിനെ കൊന്നു, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അയാളൊരു ഭീകരവാദിയാണ്. 1947 ആഗസ്റ്റ് 15 കലണ്ടറിൽ ഒരക്കം മാറിയപ്പോൾ 15 എന്ന തീയതി പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഭീകരവാദിയായ ഭഗത് സിംഗ് വളരെ പെട്ടെന്ന് ആദർശവൽക്കരിക്കപ്പെട്ട ഒരാളായി മാറി. കലണ്ടറിലെ അക്കം മാറുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളൊരു മതരാഷ്ട്രമുണ്ടാക്കുമ്പോൾ ഇസ്ലാമിക സ്റ്റേറ്റിൽ വർഗീയവാദികളെന്ന് ഇപ്പോൾ മുദ്ര കുത്തപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പ്രതീകമായിട്ടുള്ള താൻ ഉൾപ്പെടെയുള്ളവർ വർഗീയവാദി പട്ടത്തിൽ നിന്നും ദേശാഭിമാന പട്ടത്തിലേക്ക് ഭഗത് സിംഗിനെ പോലെ മാറും എന്നാണ് ദാവൂദിൻ്റെ സ്വപ്നം. അതിന് അദ്ദേഹം അപമാനിക്കുന്നത് സർദാർ ഭഗത് സിംഗിനെയും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെയുമാണ്. സർദാർ ഭഗത് സിംഗ് ഭീകരവാദിയായിരുന്നു, ഒരാളെയും കൊല്ലരുത് എന്ന ആഗ്രഹക്കാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ബോംബെറിഞ്ഞത് ആളൊഴിഞ്ഞ മൂലയിലേക്ക് ഞങ്ങളിതാ ബോംബെറിയുന്നു,
ഈ സ്ഫോടനം വ്യക്തികൾക്കെതിരല്ല, മനുഷ്യനെതിരല്ല, സാമ്രാജ്യത്വത്തിനെതിരാണ്. ഈ സ്ഫോടനത്തിന് ശേഷം അവിടെ ഉയർന്ന പുകപടലങ്ങൾക്കിടയിൽ സർദാർ ഭഗത് സിംഗും സഖാക്കളും കൈ ഉയർത്തി നിന്ന് പിടികൊടുത്തു. എന്തിനാണ് പിടികൊടുത്തത്? ഞങ്ങൾ ഭീരുക്കളല്ല, ഒളിച്ചു നിൽക്കാൻ പോകുന്നില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പഥത്തിൽ ഞങ്ങൾ പൂജാദ്രവ്യങ്ങളായി കൊണ്ടുവന്നിരിക്കുന്നത് യൗവനത്തിൻ്റെ ജീവനെ തന്നെയാണ്. ഇതായിരുന്നു സർദാർ ഭഗത് സിംഗ്. അങ്ങനെ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെല്ലാം ജീവൻ ഒരേ വിലയാകുമ്പോഴും അതുക്കും മേലെ എപ്പോഴും ജ്വലിച്ചുയർന്നു നിൽക്കുന്ന രക്തസാക്ഷിത്വങ്ങളിൽ ഒന്നാണ് സർദാർ ഭഗത് സിംഗ് എന്ന് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. മാത്രമല്ല, ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടും മുമ്പ് ഭഗത് സിംഗിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഈ രാജ്യത്ത് നടന്ന പ്രക്ഷോഭണം, അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ട ശേഷം അദ്ദേഹത്തോട് ഈ രാജ്യത്തെ ജനങ്ങൾ പ്രകടിപ്പിച്ച അനുതാപം, സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ഭഗത് സിംഗിൻ്റെ ജീവനും ചോരയുമെല്ലാം ഓരോ ശ്വാസകണങ്ങളും നൽകിയ ഊർജം, ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ അടിത്തറ തോണ്ടിയെന്ന് ആർക്കാണ് അറിയാത്തത്? 47 ആഗസ്റ്റ് 15 മാത്രമാണോ നിങ്ങൾ ഭീകരവാദി എന്ന് വിളിക്കുന്ന സർദാർ ഭഗത് സിംഗ് ഭീകരവാദി അല്ലാതെയായത്? യഥാർത്ഥത്തിൽ സർദാർ ഭഗത് സിംഗ് ഭീകരവാദത്തിനെതിരെ എഴുതിയ ആളാണ്. താൻ ഭീകരവാദി അല്ല എന്ന് പറഞ്ഞ ആളാണ്. കാതു കേൾക്കാത്തവരുടെ കാത് കേൾപ്പിക്കാൻ സാമ്രാജ്യത്വത്തിനെതിരായ സ്ഫോടനം മാത്രമാണ് അവർ ഉദ്ദേശിച്ചതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ദാവൂദ് ആ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവർക്കൊപ്പമല്ല സംഘപരിവാർ നിന്നതെന്ന് നമുക്കറിയാം. മദൂദിയും അതേ രീതിയിൽ തന്നെ സംഘപരിവാരും ജമാഅത്തെ ഇസ്ലാമിയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം നിൽക്കാത്ത മഹാദാസ്യത്തോടൊപ്പം നിന്നവരാണ്, ബ്രിട്ടീഷുകാരുടെ ദാസന്മാരായി നിന്നവരാണ്. നമുക്ക് ചരിത്രത്തിൽ അവരെ രണ്ടു കൂട്ടരെയും കാണാനാവുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായ ദാവൂദ് ഭഗത് സിംഗിനെ ആക്ഷേപിക്കുമ്പോൾ സംഘപരിവാറിന് ഇതാ തങ്ങളുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന മറ്റൊരു കൂട്ടർ കൂടി ഇവിടെ ഉണ്ട്, പണ്ട് തൊട്ടേ അവർ ഒരു കിടക്ക പങ്കിട്ട് ജീവിക്കുന്നവരാണ്, ഇതാ ഞങ്ങൾക്കൊപ്പം ഇവരും പറയുന്നുണ്ടല്ലോ എന്ന ആശ്വാസം ഉണ്ടാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഈ അഭിമുഖത്തെക്കുറിച്ച് പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാത്തതിൽ വലിയ വിഷമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയും RSSും പരസ്പരം ഏറ്റുമുട്ടുന്ന കൂട്ടരല്ല. എന്നാൽ കോൺഗ്രസോ? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായ ഭഗത് സിംഗിനെ അപമാനിച്ചതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് മുണ്ടിയോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പ്രസ്താവന ഇറക്കിയോ? ഇടതുപക്ഷമല്ലാതെ മറ്റാരെങ്കിലും ഈ കാണിച്ചു തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചോ? ആരാണ് ഭഗത് സിംഗ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടമുണ്ടോ? നിങ്ങളുടെ മതരാഷ്ട്രീയവാദം നിരാകരിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ എന്തുകൊണ്ട് UDFിലെ ഘടകകക്ഷികൾ അറച്ചു നിൽക്കുന്നു? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിൻ്റെ അധ്യക്ഷനായ ഇപ്പോഴത്തെ തങ്ങൾ പഴയ തങ്ങൾമാരെ പോലെയല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴ്പ്പെടുന്നു എന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ പാലക്കാട് നടത്തിയ പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ നിലപാട് 1000 തവണ ശരിവെക്കുന്ന മൗനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴ്പ്പെട്ടതുകൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഭഗത് സിംഗിനെതിരായ ഈ ഏറ്റവും തെറ്റായ വിഷലിപ്തമായ അവതരണത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത്? കോൺഗ്രസ് പ്രതികരിക്കാത്തത്? മാധ്യമങ്ങളോ? നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന മാധ്യമങ്ങളാരും ഈ കാര്യം കണ്ടതേയില്ല, കേട്ടതേയില്ല. കേരളത്തിലെ മീഡിയ വണ്ണിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ എല്ലാ ദിവസവും ഇരുട്ടുമുറിയിൽ വന്ന് ഇരുട്ടു നിറഞ്ഞ മനസ്സിനെ പ്രകാശത്തിലേക്ക് വിടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദാവൂദ് എന്ന് പറയുന്ന ഏറ്റവും വികൃതമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, പുരോഗമന വിരുദ്ധ രാഷ്ട്രീയം, മനുഷ്യവിരുദ്ധ രാഷ്ട്രീയം വിക്ഷേപിക്കുന്ന ദാവൂദ് സ്വാതന്ത്ര്യ സമര സേനാനിയായ മഹാനായ രക്തസാക്ഷി ഭഗത് സിംഗിനെ അപമാനിച്ചിട്ടും ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ അഭിസംബോധന ചെയ്തിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് കണ്ട ഭാവമില്ല, കേട്ട ഭാവമില്ല. ഇടതുപക്ഷക്കാരെങ്കിലും ആയിരുന്നെങ്കിലോ?
CPM-ൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്താണ് അറിയാതൊരു നാക്കുപിഴ സംഭവിച്ചിരുന്നെങ്കിലോ? എങ്ങനെയായിരുന്നു കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുമായിരുന്നത്? അതുകൊണ്ട് ദാവൂദ് വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, വെളിപ്പെടുത്തപ്പെടുന്നത് കോൺഗ്രസ്സാണ്, വെളിപ്പെടുത്തപ്പെടുന്നത് മൗനത്തിലൂടെ ഇവിടുത്തെ മാധ്യമങ്ങളാണ്. നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആക്രമിച്ചാലും ആക്ഷേപിച്ചാലും, ഇവിടുത്തെ മഹത്തായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായ ബലിദാനി ഭഗത് സിംഗിനെ അപമാനിച്ചാലും, ആക്രമിക്കുന്നതും അപമാനിക്കുന്നതും വലതുപക്ഷത്തെ തമ്പുരാക്കന്മാരാണെങ്കിൽ ഞങ്ങൾ വിനീതരായി അവർക്കൊപ്പം നിന്നുകൊള്ളാമെന്ന മാധ്യമദാസ്യമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപമാനകരമാണിത്. ദാവൂദിൻ്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടണം. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് വെല്ലുവിളിക്കപ്പെടണം. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഒറ്റുകൊടുത്തവർക്കൊപ്പം നിന്ന് അതേ വികാരത്തോടുകൂടി ബ്രിട്ടീഷ് ദാസ്യം പ്രകടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, ശ്രീ ദാവൂദിൻ്റെ നിലപാട് അപമാനകരമാണ്, ലജ്ജാകരമാണ്. ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരണം. നന്ദി.